ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു ബയോളജി ക്ലാസ്. ഇനി അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ലീഫിന്റെ മോർഫോളജിയാണ്. അപ്പോൾ ലീഫ് മോർഫോളജിയെ കുറിച്ച് നമുക്ക് നോക്കാം. ലീവ്സ് ആർ ഗ്രീൻ, തിൻ, ഫ്ലാറ്റൻഡ് ലാറ്ററൽ ഔട്ട്ഗ്രോത്ത്സ് ഓഫ് ദ സ്റ്റെം. അപ്പോൾ സ്റ്റെമ്മിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ലാറ്ററൽ ഔട്ട്ഗ്രോത്ത് ആണ് എന്തെന്ന് പറയുന്നത്, ലീഫ് എന്ന് പറയുന്നത്. ഇത് വളരെ നേരിയ ഫ്ലാറ്റൻഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണ്. സാധാരണയായിട്ട് ലീവ്സിന്റെ കളറ് ഗ്രീൻ ആണ്. ദ ലീവ്സ് ആർ ബോൺ അറ്റ് ദ നോഡ്സ് ഓഫ് ദ സ്റ്റെം ആൻഡ് ഇറ്റ് ബിയേഴ്സ് എ ബഡ് ഇൻ ഇറ്റ്സ് ആക്സിൽ. അപ്പോൾ ലീഫ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ആക്സിൽ ഒരു ബഡ് കാണും. ആൻഡ് ദിസ് ബഡ് ഈസ് കോൾഡ് ആക്സിലറി ബഡ്. ഈ ബഡിനെയാണ് എന്ത് പറയുന്നത്, ആക്സിലറി ബഡ് എന്ന് പറയുന്നത്. ഈ ആക്സിലറി ബഡ് ഒരു ബ്രാഞ്ച് ആയിട്ട് ഡെവലപ്പ് ചെയ്യാം. ചിലപ്പോൾ ഇത് ഒരു ഫ്ലവർ ആയിട്ടോ ഒരു ഇൻഫ്ലോറസൻസ് ആയിട്ടോ ഡെവലപ്പ് ചെയ്യാറുണ്ട്. ദ ലീവ്സ് ഒറിജിനേറ്റ് ഫ്രം ദ എപ്പിക്കൽ മെരിസ്റ്റം ഓഫ് ദ പ്ലാന്റ് ബോഡി. അപ്പോൾ പ്ലാന്റ്സിലുള്ള എപ്പിക്കൽ മെരിസ്റ്റത്തിൽ നിന്നാണ് ഈ ലീവ്സ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. ദ ലീവ്സ് ആർ അറേഞ്ച്ഡ് ഇൻ എൻ അക്രോപെറ്റൽ ഓർഡർ. അപ്പോൾ അക്രോപെറ്റൽ സക്സഷനിലാണ് ഈ ലീവ്സ് സ്റ്റെമ്മിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതായത് യങ്ങർ ലീവ്സ് ടിപ്പിലേക്കും മെച്യൂർ ലീവ്സ് സ്റ്റെമ്മിന്റെ ബേസൽ റീജിയനിലേക്കുമാണ് കാണുന്നത്. ഇത്തരത്തിലുള്ള ഒരു ഓർഡർ ആണ് അക്രോപെറ്റൽ ഓർഡർ. ലീവ്സ് ആർ ദ ചീഫ് ഓർഗൻസ് ഓഫ് ഫോട്ടോസിന്തസിസ്. അപ്പോൾ ഫോട്ടോസിന്തസിസിന് ആവശ്യമായ ഒരു ഓർഗൻ ആണ് ലീഫ്. നമുക്കറിയാം ലീവ്സിലാണ് ക്ലോറോഫിൽ പിഗ്മെന്റ്സ് പ്രധാനമായിട്ട് കാണപ്പെടുന്നത്. ഈ ലീവ്സിലാണ് ഫോട്ടോസിന്തസിസ് നടക്കുന്നത്. ഈ ഒരു റീജിയൻ ആണ് ലീഫിന്റെ ആക്സിൽ. അപ്പോൾ ഈ ആക്സിൽ എന്താ കാണാറുണ്ട്, ഒരു ബഡ് കാണാറുണ്ട്. ഇതാണ് ആക്സിലറി ബഡ്. എ ടിപ്പിക്കൽ ലീഫ് കൺസിസ്റ്റ് ഓഫ് 3 മെയിൻ പാർട്സ്. അപ്പോൾ ഒരു ലീഫിന് പ്രധാനമായിട്ട് 3 ഭാഗങ്ങളാണ് ഉള്ളത്. 1 ദർ ഈസ് ലീഫ് ബേസ്, 2 പീറ്റിയോൾ ആൻഡ് 3 ലാമിന ഓർ ലീഫ് ബ്ലേഡ്. അപ്പോൾ ഒന്നാമത്തത് ലീഫ് ബേസ് ആണ്, രണ്ടാമത്തത് പീറ്റിയോൾ ആണ്, മൂന്നാമത്തത് ലീഫ് ലാമിനയാണ് അല്ലെങ്കിൽ ലീഫ് ബ്ലേഡ് എന്നും ഇതിന് പറയാം. അപ്പോൾ ഈ ചിത്രത്തിൽ ഈ ഭാഗങ്ങൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇതാണ് ലീഫ് ബേസ്. സ്റ്റെമ്മിനോട് അറ്റാച്ച് ചെയ്യുന്ന ഭാഗമാണ് ലീഫ് ബേസ്. ഈ എലോങ്ങേറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കാണ് പീറ്റിയോൾ. ഈ ഫ്ലാറ്റൻഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ആണ് ലീഫ് ലാമിന അല്ലെങ്കിൽ ലീഫ് ബ്ലേഡ്. അപ്പോൾ ഇത്രയുമാണ് ഒരു ലീഫിന്റെ 3 ഭാഗങ്ങൾ. ആദ്യമായിട്ട് നമുക്ക് ലീഫ് ബേസ് എന്താണെന്ന് നോക്കാം. ദ ലീഫ് ഈസ് അറ്റാച്ച്ഡ് ടു ദ സ്റ്റെം ബൈ ദ ലീഫ് ബേസ്. അപ്പോൾ ലീഫ് സ്റ്റെമ്മിനോട് അറ്റാച്ച് ചെയ്യുന്ന ഭാഗമാണ് ലീഫ് ബേസ്. In this region, 2 lateral leaf-like structures are found. These are called stipules. ഇങ്ങനെ ലീഫ് ബേസ് അറ്റാച്ച് ചെയ്യുന്ന ഭാഗത്ത് 2 ലാറ്ററൽ ഔട്ട്ഗ്രോത്ത്സ് കാണാം. ലീഫ് പോലെയുള്ള ഔട്ട്ഗ്രോത്ത് കാണാം. ഇതിനെയാണ് എന്ത് പറയുന്നത്, സ്റ്റിപ്യൂൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചിത്രത്തിൽ ലീഫ് ബേസ് അറ്റാച്ച് ചെയ്ത ഭാഗത്ത് എന്ത് കാണാം, സ്റ്റിപ്യൂള് കാണാം. ഈ ചിത്രത്തിൽ വ്യക്തമായിട്ട് ഈ ലീഫ് ബേസ് അറ്റാച്ച് ചെയ്യുന്ന ഭാഗത്ത് 2 ലാറ്ററൽ ഔട്ട്ഗ്രോത്ത്സ് കാണാം, ലീഫ് ലൈക്ക് സ്ട്രക്ചേഴ്സ് കാണാം. ഇതാണ് സ്റ്റിപ്യൂൾസ്. ഇൻ മോണോകോട്ടിലീഡൻസ് ദ ലീഫ് ബേസ് എക്സ്പാൻഡ്സ് ഇൻടു ഫോം എ ലീഫ് ഷീത്ത്. അപ്പോൾ ചില മോണോകോട്ട് പ്ലാന്റ്സിന്റെ ലീഫ് ബേസ് ലീഫ് ഷീത്ത് ആയിട്ട് മോഡിഫൈ ചെയ്യുന്നുണ്ട്. ദിസ് ലീഫ് ഷീത്ത് കവറിംഗ് ദ സ്റ്റെം പാർഷ്യലി ഓർ ഹോളി. അപ്പോൾ ഈ ലീഫ് ഷീത്ത് സ്റ്റെമ്മിനെ പൂർണ്ണമായിട്ടും കവർ ചെയ്യാം അല്ലെങ്കിൽ ഭാഗികമായിട്ട് കവർ ചെയ്യാം. അപ്പോൾ ലീഫ് ഷീത്തിന്റെ ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഗ്രാസിലൊക്കെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ലീഫ് ഷീത്ത് സ്റ്റെമ്മിനെ കവർ ചെയ്യുന്നതായിട്ട് കാണാം. ഇവിടെയും ഈ ലീഫ് ഷീത്ത് സ്റ്റെമ്മിനെ കവർ ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ട്. Based on the nature of the leaf lamina, the leaves can be classified into 2. They are simple leaf and a compound leaf. അപ്പോൾ ലീഫിന്റെ ലാമിനയുടെ നേച്ചർ അനുസരിച്ച് ലീവ്സിനെ 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. അത് ഏതൊക്കെയാണ്, ഒന്ന് സിമ്പിൾ ലീഫ് ആണ്, രണ്ടാമത്തത് കോമ്പൗണ്ട് ലീഫ് ആണ്. The compound leaf can be again classified into 2. They are pinnately compound leaf and palmately compound leaf. അപ്പോൾ ഈ കോമ്പൗണ്ട് ലീഫിനെ നമുക്ക് വീണ്ടും 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. അത് ഏതൊക്കെയാണ്, പിന്നേറ്റ്ലി കോമ്പൗണ്ട് ലീഫും പാമേറ്റ്ലി കോമ്പൗണ്ട് ലീഫുമാണ്. ഇനി നമുക്ക് ഈ ടൈപ്സിനെ കുറിച്ച് നോക്കാം. ഫസ്റ്റ് നമുക്ക് സിമ്പിൾ ലീഫിനെ കുറിച്ച് നോക്കാം.
ദീസ് ആർ ദ ലീവ്സ് വിത്ത് എ സിംഗിൾ ലാമിന അറ്റാച്ച്ഡ് ടു ദ പീറ്റ്യൂൾ. അപ്പോൾ പീറ്റ്യൂളിന് മേലെ ഒരു സിംഗിൾ ലാമിനയാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നതെങ്കിൽ ഇത്തരത്തിലുള്ള ലീവ്സിനെ നമുക്ക് എന്ത് പറയാം? സിമ്പിൾ ലീഫ് എന്ന് പറയാം. ഇൻ സിമ്പിൾ ലീഫ് ദ മാർജിൻസ് മേ ബി എൻറ്റയർ ഓർ ഇൻസൈസ്ഡ്. അപ്പോൾ ഈ സിമ്പിൾ ലീഫിൽ മാർജിൻ എൻറ്റയർ ആവാം, അല്ലെങ്കിൽ ഇൻസിഷൻസ് കാണാം. അപ്പോൾ ഇവിടെ ഈ കാണിച്ചിരിക്കുന്ന ലീഫിൽ എൻറ്റയർ മാർജിൻ ആണ്, എന്നാൽ ഈ ലീഫിൽ അതിന്റെ മാർജിൻസിൽ ഇൻസിഷൻസ് കാണാം. അപ്പോൾ ലീഫ് മാർജിൻ ഈ രീതിയിലാണ് കാണുന്നതെങ്കിൽ ഇത് ഇൻസൈസ്ഡ് ലീവ്സ് ആണ്. ബട്ട് ഇൻ സിമ്പിൾ ലീവ്സ് ദ ഇൻസിഷൻസ് ഡു നോട്ട് ടച്ച് ദ മിഡ്രിബ്. എന്നാൽ ലീഫിന്റെ മിഡ്രിബിൽ ഈ ഇൻസിഷൻസ് ടച്ച് ചെയ്യില്ല. അത്തരത്തിലുള്ള ലീവ്സ് ആണ് സിമ്പിൾ ലീവ്സ്. അപ്പോൾ ഇവിടെ നോക്കിയാൽ അറിയാം അല്ലേ, ഈ ഇൻസിഷൻസ് ലീഫിന്റെ മിഡ്രിബിലേക്ക് ടച്ച് ചെയ്യുന്നില്ല. ഇനി രണ്ടാമത്തെ ടൈപ്പ് ലീഫാണ് കോമ്പൗണ്ട് ലീഫ്. The incisions of lamina reach up to the midrib and the lamina breaks into leaflets is called the compound leaf. അപ്പോൾ കോമ്പൗണ്ട് ലീവ്സിൽ ലീഫ് ലാമിനയിലെ ഇൻസിഷൻസ് മിഡ്രിബ് വരെ എത്തുകയും മിഡ്രിബിനെ ടച്ച് ചെയ്യുകയും ചെയ്യും. ഇങ്ങനെ ലാമിന ലീഫ്ലെറ്റ്സ് ആയിട്ട് മാറും. ഇത്തരത്തിലുള്ള ലീവ്സ് ആണ് കോമ്പൗണ്ട് ലീവ്സ്. In compound leaf, the bud is absent in the axils of leaflet. എന്നാൽ ലീഫ്ലെറ്റ് ഒറിജിനേറ്റ് ചെയ്യുന്ന ആക്സിൽ എന്ത് ആബ്സെന്റ് ആയിരിക്കും? ബഡ് ആബ്സെന്റ് ആയിരിക്കും. എന്നാൽ ഒരു ലീഫ് ഒറിജിനേറ്റ് ചെയ്യുന്ന പീറ്റിയോളുടെ ബേസിൽ എന്തുണ്ടായിരിക്കും? ആക്സിലറി ബഡ് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു കോമ്പൗണ്ട് ലീഫ് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഒന്ന് പിന്നേറ്റ്ലി കോമ്പൗണ്ട് ലീഫും രണ്ടാമത്തത് പാമേറ്റ്ലി കോമ്പൗണ്ട് ലീഫും ആണ്. ഇനി നമുക്ക് ആ പിന്നേറ്റ്ലി കോമ്പൗണ്ട് ലീഫിനെ കുറിച്ച് നോക്കാം. In pinnately compound leaf, a number of leaflets are arranged on both sides of the axis or the rachis. അപ്പോൾ പിന്നേറ്റ്ലി കോമ്പൗണ്ട് ലീഫില് ആക്സിസിന്റെ രണ്ട് വശങ്ങളിലും കുറെ ലീഫ്ലെറ്റ്സ് അറേഞ്ച് ചെയ്തിരിക്കും. ഈ ആക്സിസിനെ എന്തും പറയും? റാച്ചിസ് എന്നും പറയും. നീം ലീഫ് ഈസ് എൻ എക്സാമ്പിൾ. അപ്പോൾ ആര്യവേപ്പിന്റെ ഇല എന്തിന് എക്സാമ്പിൾ ആണ്? പിന്നേറ്റ്ലി കോമ്പൗണ്ട് ലീഫിന് എക്സാമ്പിൾ ആണ്. അപ്പോൾ ഇവിടെ ഒരു റാച്ചിസ് കാണാം. ഈ ഭാഗമാണ് റാച്ചിസ് അല്ലെങ്കിൽ ആക്സിസ്. ഈ ആക്സിസിന്റെ രണ്ട് വശങ്ങളിലും എന്ത് കാണാം? ലീഫ്ലെറ്റ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് കാണാം. ഇത്തരത്തിലുള്ള ഒരു ലീഫാണ് പിന്നേറ്റ്ലി കോമ്പൗണ്ട് ലീഫ്. ഇനി രണ്ടാമത്തെ ടൈപ്പാണ് പാമേറ്റ്ലി കോമ്പൗണ്ട് ലീഫ്. ഇൻ പാമേറ്റ്ലി കോമ്പൗണ്ട് ലീഫ് ദ ലീഫ്ലെറ്റ്സ് ആർ അറ്റാച്ച്ഡ് അറ്റ് ദ ടിപ്പ് ഓഫ് ദ പീറ്റിയോൾ ഓൺ എ കോമൺ പോയിന്റ്. അപ്പോൾ പാമേറ്റ്ലി കോമ്പൗണ്ട് ലീഫിൽ പീറ്റിയോളിന്റെ അഗ്രഭാഗത്തുള്ള ഒരു കോമൺ പോയിന്റിൽ നിന്നാണ് ലീഫ്ലെറ്റ്സ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. എൻ എക്സാമ്പിൾ ഈസ് സിൽക്ക് കോട്ടൺ. അപ്പോൾ സിൽക്ക് കോട്ടൺ എന്ന് പറയുന്ന പ്ലാന്റിന്റെ ലീവ്സ് പാമേറ്റ്ലി കോമ്പൗണ്ട് ലീവ്സ് ആണ്. ഇതിനെ ഉന്നമരം എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഇവിടെ പീറ്റിയോള് കാണാം അല്ലേ? ഈ പീറ്റിയോളിന്റെ അഗ്രഭാഗത്തുള്ള ഒരു പോയിന്റിൽ നിന്നും എന്ത് ഒറിജിനേറ്റ് ചെയ്യുന്നു? ലീഫ്ലെറ്റ്സ് ഒറിജിനേറ്റ് ചെയ്യുന്നു. ഇനി അടുത്തതായിട്ട് ഫില്ലോടാക്സി ആണ്. What is phyllotaxy? The pattern of arrangement of leaves on the stem is called phyllotaxy. അപ്പോൾ സ്റ്റെമ്മില് ലീവ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഫില്ലോടാക്സി എന്ന് പറയുന്നത്. There are three types of phyllotaxy. They are 1. Alternate phyllotaxy, 2. Opposite phyllotaxy and 3. Whorled phyllotaxy. ഇങ്ങനെ 3 ടൈപ്പ് ഫില്ലോടാക്സിയാണ് പ്ലാന്റ്സിൽ കാണുന്നത്. നമുക്ക് ഓരോ ടൈപ്പിനെ കുറിച്ചും ഇനി നോക്കാം. The first type is alternate phyllotaxy. If a single leaf arises at each node in alternate manner is known as alternate phyllotaxy. അപ്പോൾ alternate phyllotaxyയിൽ ഒരു നോഡിൽ നിന്ന് ഒരു ലീഫാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ ആൾട്ടർനേറ്റ് ആയിട്ട് ലീവ്സ് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള അറേഞ്ച്മെന്റിനെയാണ് എന്ത് പറയുന്നത്? ആൾട്ടർനേറ്റ് ഫില്ലോടാക്സി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ചിത്രത്തിൽ കൊടുത്തിട്ടുണ്ട്. ഈ സ്റ്റെമ്മിന്റെ ഈ ഒരു നോഡിൽ നിന്ന് ഒരു ലീഫ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. പിന്നീട് അടുത്ത നോഡിൽ നിന്നും അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള അടുത്ത ലീഫ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇനി തേർഡ് നോഡിൽ നിന്ന് എങ്ങനെയാണ്? നേരത്തെ ഉള്ള അതേ ഡയറക്ഷനിലേക്ക് ലീഫ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇത്തരത്തിൽ ആൾട്ടർനേറ്റ് മാനറിൽ ലീഫ് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതിനെ എന്ത് പറയാം? ആൾട്ടർനേറ്റ് ഫില്ലോടാക്സി എന്ന് പറയാം. സൺഫ്ലവർ പ്ലാന്റ്, ചൈന റോസ്, മസ്റ്റാർഡ് പ്ലാന്റ് തുടങ്ങിയവയിലൊക്കെ ഇത്തരത്തിൽ ആൾട്ടർനേറ്റ് ഫില്ലോടാക്സി കാണും. ഇതെല്ലാം ആൾട്ടർനേറ്റ് ഫില്ലോടാക്സിക്കുള്ള എക്സാമ്പിൾസ് ആണ്. ഇനി അടുത്തതായിട്ട് ഓപ്പോസിറ്റ് ഫില്ലോടാക്സി ആണ്.
If a pair of leaves arise at each node and lie opposite to each other is called opposite phyllotaxy. സ്റ്റെമ്മിന്റെ നോഡിൽ നിന്ന് രണ്ട് ലീവ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇത്തരത്തിലുള്ള ഫില്ലോടാക്സിയാണ് ഓപ്പോസിറ്റ് ഫില്ലോടാക്സി. അപ്പോൾ ഇവിടെ ചിത്രത്തിൽ കൊടുത്തിട്ടുണ്ട്, ഈ സ്റ്റെമ്മിന്റെ നോഡിൽ നിന്ന് രണ്ട് ലീവ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കാണാം. ഈ രണ്ട് ലീവ്സും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ഫില്ലോടാക്സിയാണ് ഓപ്പോസിറ്റ് ഫില്ലോടാക്സി. ഇത്തരത്തിലുള്ള ഫില്ലോടാക്സി നമുക്ക് കലോട്രോപ്പിസ് എന്ന് പറയുന്ന പ്ലാന്റിൽ കാണാം, അതുപോലെ തന്നെ ഗ്വാവയില് കാണാം. പേരയിലെ ലീവ്സിന്റെ അറേഞ്ച്മെന്റും എന്താണ്? ഓപ്പോസിറ്റ് ഫില്ലോടാക്സി ആണ്. If more than two leaves are produced from a node and they are arranged in a whorl, the phyllotaxy is called whorled phyllotaxy. അപ്പോൾ ഒരു നോഡിൽ നിന്നും രണ്ടിൽ കൂടുതൽ ലീവ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ലീവ്സ് ഒരു വേളായിട്ട് അറേഞ്ച് ചെയ്യുന്നു. ഇതിനെയാണ് എന്ത് പറയുന്നത്? വേൾഡ് ഫില്ലോടാക്സി എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട്, ഈ നോഡൽ റീജിയണിൽ നിന്ന് 4 ലീവ്സ് പ്രൊഡ്യൂസ് ചെയ്ത് കാണാം. ഈ 4 ലീവ്സ് ഒരു വേളായിട്ട് അറേഞ്ച് ചെയ്യുന്നു. An example is ആൾസ്റ്റോണിയ. അപ്പോൾ ആൾസ്റ്റോണിയ ഇതിന് ഒരു എക്സാമ്പിൾ ആണ്. പാല എന്ന് പറയും. അവിടെ പാലയുടെ ഒരു നോഡിൽ നിന്ന് സാധാരണയായിട്ട് 7 ലീവ്സ് പ്രൊഡ്യൂസ് ചെയ്യും. അതുകൊണ്ട് ഇതിനെ 7 പാല എന്ന് പറയാറുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ലീഫിന്റെ മോർഫോളജിയെ കുറിച്ച് പഠിക്കാനുള്ളത്. അപ്പോൾ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.